ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് പ്ലസ് വൺ ഗൈസ്. അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ കോളേജിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു 7 days ക്യാമ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഹായ് ബൈ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യുന്നുള്ളൂ, ഏകദേശം സെറ്റായിട്ടുണ്ട്. വി വന്നു, അവൻ്റെ ഒരു അറ്റൻഡൻസ് ഇട്ടിട്ട് പോയി. അപ്പം MLA കെ ബാബു സാറ് വന്നിട്ടാണ് നമ്മുടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 7 days ക്യാമ്പ് ഇന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം 2 ദിവസം എന്തായാലും കോളേജിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ക്യാമ്പിൻ്റെ സ്ഥലത്തോട്ട് പോവുക. അത് നമ്മുടെ ഒരു കോതമംഗലം ഭാഗം കുട്ടമ്പുഴ സ്കൂൾ എന്ന് പറയും. അപ്പം അവിടെയാണ്. അപ്പം അവിടെ നാളെ ഒരു 5 മണിയോട് കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും തിരിക്കും. അപ്പം ആ ക്യാമ്പിൻ്റെ ഇനോഗ്രേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ പിന്നാലെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചെല്ലപ്പന അവിടെ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഗസ്റ്റുകളായിട്ട് വരുന്നത് നമ്മുടെ സ്പെഷ്യലി ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പം ഇവരെൻ്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവനെ ഓർത്തിരിക്കാൻ കാരണം അതാണ് കേട്ടോ. അനന്തകൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ അമ്മ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ രജിത മിസ് അവിടെ നിന്ന് വോളണ്ടിയേഴ്സിന് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2 പിള്ളേർ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമില്ല, നമ്മുടെ മാനസി ആഗ്നസാണ്. പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണി. വെറുതെ ഗ്ലാസ് എടുത്ത് വയ്ക്കുക, അതിൻ്റെ മുകളിൽ സാധനം വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനവിടെ വന്നിട്ട് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. അങ്ങനത്തെ നമ്മുടെ സരസ് അവിടെ വന്നിട്ട് ആക്ഷൻ സോങ് ആണ് ഗൈസ്. അപ്പം അതും എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ്, നമ്മുടെ വോളണ്ടിയേഴ്സ് ബാനറും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന കേക്ക് കിട്ടാം. അപ്പോൾ നമ്മുടെ വി അവിടെ ഓണാക്കാത്ത മൈക്കും വെച്ച് അവൻ്റെ പ്രഹസനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആ മൈക്ക് പിടിച്ച് കുറച്ച് പ്രഹസനം ഓണാക്കിയിട്ടൊക്കെ ചെയ്ത് നോക്കുന്നത്. ചെക്കിങ് എന്നൊക്കെ പറഞ്ഞ് തുപ്പി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രസമാണ് കേട്ടോ. മൈക്ക് പണ്ടൊരു വീക്ക്നെസ്സാണ്. അപ്പം ഞാനും സരസും അതുപോലെ തന്നെ നമ്മുടെ സാൻഡറി കൂടിയിട്ട് കോമഡി സ്റ്റാർസിലത്തെ ഒരു ഡയലോഗില്ലേ, അറ്റത്തിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, ആ ഡയലോഗ് പറഞ്ഞ അവിടെ നിന്ന് ചിരിയോട്ട് ചിരിയാണ്. ഇതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ. അതെല്ലേ കണ്ട ഡെഡിക്കേഷൻ, അതാണ് ഡെഡിക്കേഷൻ. അപ്പോൾ നമ്മുടെ KD സാറ് നോൺ യൂണിഫോമാണ്. അപ്പോൾ അവൻ ക്യാമ്പ് കൂടാൻ വേണ്ടി മാത്രം വന്നേക്കണതാണ്, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റും കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള കെ ബാബു സാറാണ് നമ്മുടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്പെഷ്യലി ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളും നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം ക്യാമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമ്മുടെ മെർബിനാണ് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് അവൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ NSSൻ്റെ ഒരു ആന്തംത്തിനോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സ് നന്നാവട്ടെ എന്നുള്ളൊരു സോങ്. അപ്പോൾ ആ സോങ് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ, ആസ് എ NSS വോളണ്ടിയർ എന്നുള്ള ഒരു രീതിക്ക്. അങ്ങനെ NSSൻ്റെ ഗാനത്തോടു കൂടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ സലീം സാറാണ് സ്വാഗത പ്രസവവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്വാഗത പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പ്രോഗ്രാമിലോട്ട് കയറിയേക്കാണ്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ റഹിമാംസ് നൈസായിട്ട് നോക്കുന്നുണ്ട്. അഖിൽ സാറുണ്ട് അവിടെ. അപ്പോൾ എല്ലാ പിള്ളേരും സെറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ വോളണ്ടിയേഴ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആശന നൈസായിട്ടിരുന്ന് ഉറക്കം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അവളെനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ നാറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്നെ മിക്കവാറും അവൾ ചുമരുമെന്ന് പഠിച്ചെടുക്കും. അപ്പോൾ അതേ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ MLA കെ ബാബു സാറിൻ്റെ പ്രസംഗം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിന് വേണ്ടിയിട്ടിട്ട്. അപ്പം ഇപ്പോഴും അതിൻ്റെ ഇടയിൽ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ സ്പെഷ്യലി ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ കേട്ടോ. അപ്പോൾ അവർക്കിങ്ങനെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നേരം വൈകി വരുന്നത്. അപ്പം അങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ചെല്ലപ്പൻ അവിടെ ഇരുന്ന ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ കെ ബാബു സാറ് തന്നെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എന്ത് നിഷ്കളങ്കരാണെന്നറിയോ അല്ലേ ഈ കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ അതേ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരി ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗസ്റ്റുകളെല്ലാവരും പോയി. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ സ്പെഷ്യലി ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പാട്ടൊക്കെ വന്ന് പാടുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് കരോൾ ഗാനായിരുന്നു ആദ്യം പാടിയത്. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അവരെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞ് അഞ്ചൂട്ടൻ ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളുടെ പാട്ട് കണ്ണും കണ്ണും കാത്തിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് അഞ്ചൂട്ടൻ പാടിയത് നമ്മുടെ ഒരു ARMലത്തെ സോങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ദേ ഇവിടുന്ന് കേൾപ്പിക്കാം കേട്ടോ. അങ്ങനെ അതേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ അമൃതാമിസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കേൾപ്പിക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സിലെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നാണ് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. കാരണം നാളെ നമ്മൾ തിരക്കിൽ പെട്ടുപോകും. അപ്പോൾ ഇന്നാണ് നമ്മൾ ക്ലാസ്സിൽ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീന മിസ് അവിടെ നിന്നിട്ട് ഡ്രാമ ക്യൂനായിട്ട് എന്താ പറയുക ഫ്ലൈയിങ് കീസും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചെന്നത് NSSൻ്റെ വേറൊരു ആക്ടിവിറ്റിയിലായിരുന്നു. അപ്പോൾ ക്യാമ്പിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പേപ്പർ പെൻ ഉണ്ടാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നിന്നിട്ട് എല്ലാവർക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കളർ ഇതാണ്, ആഷ്നയുടെ മഞ്ഞയാണ്, എൻ്റെ ഒരുമാതിരി വയലറ്റ് അല്ല എന്നുള്ള ഒരു കളറാണ്. അങ്ങനെ ഞങ്ങൾ പേപ്പർ പെന്നും കാര്യങ്ങളൊക്കെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ട് യാഹൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടാക്കി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ബാഗാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പേപ്പർ ബാഗും കാര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ ഇന്നത്തെ പരിപാടികളും എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും, മീൻസ് കുട്ടമ്പുഴയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.